ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു ഫിഷറീസ് കഥ. ഞാൻ പഠിച്ചത് ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ് അഥവാ BFSc ഫ്രം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കുഫോസി എന്നാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അതായത് അതിൽ ഞങ്ങൾക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു, ടാക്സോണമി ഓഫ് ഫിൻ ഫിഷസ്. ഫിൻ ഫിഷസ് എന്ന് പറയുമ്പം അതിലെന്തൊക്കെ വരും? ഈ അയല, മത്തി, ചൂര, ആ ടൈപ്പ് ഓഫ് ഫിഷസ് ഒക്കെ വരും. ടാക്സോണമി എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഫാമിലിയും ജീനസും സ്പീഷീസും പിന്നെന്താ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ക്യാരക്ടേഴ്സ്, ചക്ക, മാങ്ങ എല്ലാം പഠിക്കണം. ഞങ്ങൾ പഠിത്തത്തിൽ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായതുകൊണ്ട് തന്നെ തലേൻ്റെ തലേദിവസമാണ് കടൽ പോലെ ഇത്രയും ഫിഷസ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു, കുറേ കോഡ് അങ്ങോട്ട് ഇറക്കി. എങ്ങനെ ഓരോ ഫിഷും നമ്മളെ കൂടെ പഠിക്കുന്ന അഥവാ നമ്മുടെ സീനിയേഴ്സ്, ജൂനിയേഴ്സ്, അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് സങ്കല്പിച്ചു. പുഷ്പം പോലെ അങ്ങോട്ട് പഠിച്ചു. സീനിയേഴ്സ് വരെ തലകുത്തി നിന്ന് പഠിച്ച ഒരു സബ്ജക്റ്റ് നമ്മൾ പുഷ്പം പോലെ കൈ കൊടുത്തില്ലേ. പിന്നെ ഗേൾസിൻ്റെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അധികം ഫിഷസും മത്സ്യകന്യകന്മാരായിരുന്നു. നോട്ട് ദ പോയിന്റ്. ഇതിൽ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രീരേഷ്മ എന്നുള്ള പേര്, ഞങ്ങൾ ശ്രീന്ന് വിളിക്കും. അവൾ നമ്മൾ ഈ ഫിഷ് ഐഡൻറ്റിഫിക്കേഷനൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഒപ്പിക്കും, അത് നമുക്ക് കിട്ടും. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവൾ എന്നോട് ചോദിച്ചു, സപ്പോസ് ആ ഫിഷിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് സതീശൻ എന്ന് വിചാരിക്കുക. ഈ സതീശൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് വെറും സാങ്കല്പികമായിട്ടുള്ള പേരാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ഞങ്ങളുടെ സീനിയേഴ്സ്, ജൂനിയേഴ്സ്, അങ്ങനത്തെയൊക്കെയാണ്. അതിന് ആ പേര് ഞാൻ പറയുന്നില്ല. ആണോ എന്നോട് ചോദിച്ചു. ഞാൻ പിന്നെ അതേ ഇത് സതീശനാണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഫാമിലിയും അതും ഇതും ചരിത്രവും ഒക്കെ നമ്മൾ പുഷ്പം പോലെ എഴുതി. കമ്പൈൻ സ്റ്റഡി കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു ബാച്ചാണ് കേട്ടോ ഞങ്ങളുടേത്. എന്തായാലും നിങ്ങൾക്കും ഉണ്ടാവില്ല ഇതുപോലത്തെ നല്ല എക്സാമും അതിൻ്റെ പ്രിപ്പറേഷൻ, കമ്പൈൻ സ്റ്റഡിയൊക്കെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും.